മീഡിയ ഒരു ആസുര കാലത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ രാവിലെ 7 മണിക്ക് ഈ 24 എന്നുള്ള വാർത്താ ചാനലിൻ്റെ മുഖമായി വന്നിറങ്ങുമ്പോൾ ഓരോ ദിവസവും എൻ്റെ പ്രാർത്ഥന, ഇന്ന് ആരും ഭാര്യയെ കുത്തിക്കൊല്ലല്ലേ, മകൻ അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റല്ലേ എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾ ഞാൻ ഒരുപാട് കൊലപാതകങ്ങൾ വായിച്ചു. എനിക്ക് തന്നെ ശ്വാസം മുട്ടലുള്ളപ്പോൾ പ്രേക്ഷകന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു 5 മിനിറ്റ് സിനിമ പാട്ടിട്ട് കൊടുത്തു. കാര്യം മ്യൂസിക് തെറാപ്പി എന്നൊരു ചികിത്സാ വിധിയിലൂടെ പ്രേക്ഷകർക്ക് ആശ്വാസം കിട്ടുന്നെങ്കിൽ അത്രയാകട്ടെ. പല ആൾക്കാരും എന്നെ വീട്ടിൽ നിന്ന് ചീത്ത വിളിച്ചിട്ടുണ്ടാകും. കാരണം വാർത്താ ചാനലിന്റെ സംപ്രേഷണത്തിനിടയിൽ സംഗീതം കേൾപ്പിച്ചു കൊടുക്കുക. ഞാൻ വിചാരിച്ചു, തിരുവനന്തപുരത്ത് വെച്ചൊരു ഒരു പത്രപ്രവർത്തകൻ എന്നെ വ്യക്തിപരമായിട്ട് വിമർശിക്കുകയും ചെയ്തു. അതിനെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈ അക്രമങ്ങൾ തടയാൻ സംഗീതത്തിന് കഴിയുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം തെറ്റിദ്ധരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ചാനൽ മുറികളിൽ നിന്ന് ഒഴുകി വരുന്നത് മുഴുവൻ അക്രമത്തിന്റെ വാർത്തകളാണ് എന്നൊക്കെ പറയുന്നു. നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അറിയും. ഈ വാർത്തകളൊന്നും ചിലപ്പോൾ ഒന്ന് പൊലിപ്പിച്ചു വിടുമെന്നല്ലാതെ ഈ വാർത്തകളൊന്നും ഒരാളും ഒരു വാർത്താ മുറിയിൽ ഇരുന്ന് ഉണ്ടാക്കുന്നതല്ല. ശരിക്കും കേരളത്തിൽ സംഭവിക്കുന്നു. എനിക്ക് നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ കൊച്ചിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്നവരാണെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് ആമുഖമായി പറയാനുള്ള ഒരു കാര്യം, പണ്ടൊക്കെ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എതിരെ വരുന്നൊരു വണ്ടിക്കാരൻ നമ്മുടെ വണ്ടി കൊണ്ട് ഉരസിയാൽ നമ്മൾ ഭാര്യയുടെ മുമ്പിലേക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങി, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്, നിന്റെ കണ്ണിൽ മൊത്തങ്ങ പോലെ ഉണ്ട്, കണ്ണിരിക്കുന്നത് നിന്റെ മുന്തയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉടക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഡോറ് തുറക്കുകയോ ഗ്ലാസ് താഴ്ത്തുകയോ ചെയ്യരുത്. എന്തെങ്കിലും അപകടം എതിരെ വരുന്നവൻ കാണിച്ചാലും മിണ്ടാതെ പോകുന്നതല്ല. വീട്ടിൽ പോയിട്ട് ഒരു പരാതി പോലീസിന് കൊടുത്താൽ മതി. കാര്യം MDMA ഒക്കെ കഴിച്ചവനായിരിക്കും വണ്ടി ഓടിച്ചു വരുന്നത്, അവൻ പള്ളയ്ക്ക് കത്തി കയറ്റി തരും. ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പോൾ ഈയിടയ്ക്ക് ഒരുത്തൻ അമ്മയെ കൊലപ്പെടുത്തിയത് അമ്മ അവനെ ജനിപ്പിച്ചതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഒരു അമ്മയെ കൊലപ്പെടുത്തുക, അധ്യാപകന്റെ ചെവിത്താര നോക്കി അടിച്ചു പറ്റിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്നൊരു സാധാരണ കാഴ്ചയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നു. മാത്രമല്ല, ഈ സ്കൂളിടങ്ങളിലൊക്കെ തന്നെ ഈ കൊച്ചിയാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ലോബികൾ, അന്താരാഷ്ട്ര വൃത്തികെട്ട സംഘങ്ങൾ പ്രവർത്തിക്കുന്ന നഗരമെന്ന് ഞാൻ പറയും. ഈ നഗരത്തിന്റെ പുറമേയുള്ള സ്വഭാവം കണ്ടാൽ വലിയൊരു ശാന്തമായ നഗരം, നല്ലൊരു വാണിജ്യ സിറ്റി എന്നൊക്കെ നമുക്ക് തോന്നും. ഈ കൊമേഴ്സ്യൽ നഗരത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ അതിഭീകരന്മാരായ അധോലോക സംഘങ്ങൾ അരങ്ങ് തകർക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ സംഘങ്ങൾക്ക് പോലും ഇടം കിട്ടുന്ന സ്ഥലമായി കൊച്ചിയുടെ മഹാനഗരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂൾ വരാന്തകളിലൊക്കെ പണ്ട് ഐസ്ക്രീം ഒക്കെ വെക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവിടെയൊക്കെ ഇപ്പോൾ MDMA ഒക്കെ കൊണ്ടുപോയി വിൽക്കുകയാണ്. കുട്ടികളെ ആദ്യം ഈ മയക്കുമരുന്ന് കൊടുത്ത് പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് ഇതിന്റെ ചിത്രം എടുക്കുക, അത് കഴിഞ്ഞ് അവരെ കാരിയറാക്കി മാറ്റി. ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഈ കൊച്ചിയിലെ ഒരു വലിയ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കൽ എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നു എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ആ കുട്ടി ഒരു കാരിയറാണ്. നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുട്ടിയെ നരാധമന്മാർ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ആ രീതിയിലുള്ള കാഴ്ചകൾ നമ്മുടെ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ നഗരത്തെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ എന്നാണല്ലോ ചോദിക്കും. ഈ നഗരം മാത്രമല്ല, കോഴിക്കോടും തിരുവനന്തപുരം ഒന്നും വലിയ രീതിയിൽ വ്യത്യാസപ്പെടുന്നില്ല. ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പൊ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കള്ള പാസ്പോർട്ട് വഴി ഇന്ത്യയിലേക്ക് കടന്ന് നമ്മുടെ നല്ല സുവർണ ലിപികളിൽ നമ്മൾ പേരിട്ട് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ മലയാളി നട്ടം തിരിയുമ്പോഴാണ് ഈ ലോകരാജ്യങ്ങളിൽ നിന്ന് അധോലോക സംഘം കൂടി ഇവിടെ ചേക്കേറുന്നത്. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ വാർത്താ പ്രക്ഷേപണമായി ഇരിക്കുമ്പോൾ ചില വാർത്തകൾ നമ്മൾ പ്രക്ഷേപിക്കേണ്ടി വരും. മാത്രമല്ല, പ്രക്ഷേപകൻ ഇത്ര കൂടുതൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കാലവും മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പണ്ടൊക്കെ നമ്മളൊരു വാർത്ത പറഞ്ഞു എന്നതിന്റെ പേരിൽ നമ്മളെ ആരും കയ്യേറ്റം ചെയ്യാൻ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാവും. ഇന്ന് നമ്മൾ കത്തിക്കുത്തേറ്റ് മരിച്ചു എന്ന് വന്നാലും അത്ഭുതമില്ല. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയിൽ തീരുമോ എൻ്റെ ജീവിതം എന്നത്. കാര്യം ചിലപ്പോൾ എപ്പോഴെങ്കിലും എല്ലാ പത്രങ്ങൾക്കും നമ്മുടെ പേരടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവർ ഒരാൾ കൊല്ലപ്പെട്ടു എന്നായിരിക്കും വാർത്ത അടിക്കുക. അത്ര അപകടം പിടിച്ചൊരു കാലം, ആ കാലത്തിന് നടുവിലൂടെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, കൊടുത്ത വാർത്തകളെക്കാൾ
എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊടുക്കാത്ത വാർത്തകളാണ്. ഞാൻ വാർത്ത പൂഴ്ത്തിവെച്ചതല്ല. ചില വാർത്തകളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്താൽ ആളുകൾ തകർന്ന് തരിപ്പണമായി പോകും. കാരണം നമുക്ക് വീട്ടിൽ സുസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാട്ടാനെ ഇറങ്ങുമ്പോൾ മാത്രമല്ല ആളുകൾക്ക് ഭീതി ഉണ്ടാകുക. ആ രീതിയിലുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. എന്നാൽ ഈ കേരളത്തിന്റെ കൈവിട്ടു പോയ കാര്യങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും ഞാൻ യോജിക്കില്ല. നമ്മുടെ പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഉള്ളൂ. പക്ഷേ പോലീസ് സംവിധാനവും നമ്മുടെ പൊതുസമൂഹവും അത് മനസ്സ് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാലത്തിലാണ് പലപ്പോഴും ചില ആളുകൾ ഒരിക്കലും AK ബാലന്റെ ധർമ്മപത്നി ഒരാൾ വഴി എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ രാവിലെ വരുമ്പോൾ നിങ്ങൾ എന്താ ചിരിക്കാത്തതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ തമാശ പറയണം, നിങ്ങൾ ആളുകളുമായിട്ട് യൂട്യൂബ് വഴി സമ്മതിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ നിങ്ങളോടൊരു ഇഷ്ടം കൂടുന്നതെന്നൊക്കെ സഖാവ് AK ബാലന്റെ ധർമ്മപത്നി പറയുന്നു. ഞാൻ തിരിച്ചു പറഞ്ഞത്, ചിരിക്കാൻ പറ്റുന്ന വാർത്തകളല്ല ഞാൻ വായിക്കുന്നത്. കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കൊക്കെ വലിയൊരു സങ്കടമുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു 10-40 കൊല്ലമായി. പല രീതിയിലുള്ള ആൽബർട്ട് അലക്സിനൊക്കെ അറിയാം. ആൽബർട്ടൊക്കെ ദൂരദർശനിലൊക്കെ വാർത്ത വായിച്ച് താഴ്ത്തുന്ന സമയത്താണ് അതിന്റെ പിന്നാമ്പുറത്തൂടെ ഞാൻ ആകാശവാണി വഴി ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് കാലം മുന്നോട്ട് പോയി. മാത്രമല്ല ഇപ്പം നമുക്ക് പച്ച ഇറച്ചിയിൽ കത്തി കയറ്റാനൊന്നും ആൾക്ക് ഒരു മടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കൽ കൊച്ചിയിലൊരു 10-16 പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരാൾ എൻ്റെ ഒരു സുഹൃത്താണ്. കില്ലർ ജെയ്മി എന്ന് പറയും. നിങ്ങൾക്ക് ചിലപ്പോൾ പേര് കേട്ട് കാണും. ഈ ജെയ്മി ആദ്യം കുത്തിയപ്പത്തിന് 2 പേരാണ് മരിച്ചുപോയത്. വളരെ നല്ല രാശിയുള്ളവനാണ്. അങ്ങനെ സർക്കാർ അറിയ 13 കൊലപാതകങ്ങളും സർക്കാർ അറിയാതെ 16 കൊലപാതകങ്ങളുമാണ് അദ്ദേഹത്തിന്റെ പട്ടികയിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ 380 പേർക്ക് പരിക്കേൽപ്പിച്ചു. കൈവെട്ട്, കാലുവെട്ടുക, കൊട്ടേഷനാണ്. 550 രൂപയ്ക്ക് പോലും കൈവെട്ടിയിട്ടുണ്ടെന്ന് അവർക്ക് ജെയ്മി എന്നോട് പറഞ്ഞു. എന്ത് മകാമിസ്ഥാൻ ആലോചിക്കുക, പൈസയ്ക്ക് ഇത്രയും വില കുറഞ്ഞൊരു കാലം. അപ്പൊ ഈ ജെയ്മിയോട് ഞാൻ ചോദിച്ചു, എന്റെ ജെയ്മി, നീ എങ്ങനെയാണ് ഈ പച്ചമാവത്തിലൊക്കെ ഇങ്ങനെ കത്തികുത്തി കയറ്റുന്നത്? നിനക്കൊരു അറപ്പം തോന്നാറില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്റെ അണ്ണന്റെ കൂട്ടൊരാളാണ് ഞാനേ സ്വബോധത്തിലല്ല ഇതൊന്നും ചെയ്യുന്നു. വല്ലതും അടിച്ചു കയറ്റിയാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ലഹരി പദാർത്ഥങ്ങൾ ആവശ്യത്തിലധികം അടിച്ചു കയറ്റിയിട്ടാണ് ഈ പച്ചമാംസം ഇങ്ങനെ കത്തി കയറ്റുന്നത്. അങ്ങനെ ഞാൻ ഈ കില്ലർ ജെയ്മി എന്ന് ഉപദേശിച്ചു. ഇതിനിടയിൽ ഒരു തമാശ ഉണ്ടായി. ഈ കില്ലർ ജെയ്മി എന്ന് പറയുന്ന ആളൊരിക്കൽ നമ്മൾ തമ്മിൽ പരിപാടിയിൽ പങ്കെടുത്ത് അതെങ്ങനെ ഓഡിയൻസിൽ ഇരുന്ന് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതേ എന്തോ ഒരു ചോദ്യം ചോദിച്ചെന്ന് അതിഥിയായിട്ട് വന്ന ഒരു നെയ്യാറ്റിക്കരയ്ക്ക് അടുത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ ആണെന്ന് തോന്നുന്നു അയാൾ. ഇപ്പൊ എന്റെ ഓർമ്മയിൽ എങ്ങനെ മെമ്പർ എന്നാ തെളിയുന്നത്. അയാൾ പറഞ്ഞു, ജെയ്മി എന്തോ ഈ രക്തസാക്ഷികളെയും കൊലപാതകികളെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെയൊക്കെ വീടേറി അടിക്കാൻ ഈ നാട്ടിൽ ആളില്ലാത്തതുകൊണ്ട് അമ്മയും പെങ്ങളെയും പരിചയമില്ലാത്ത ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞ് ഈ ജെയ്മിക്ക് നേരെ കത്തിക്കയറി. ഈ പാവത്തിന് അതിനോട് ഇരിക്കുന്നവൻ 16 പേരെ കൊന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരുത്തനാണെന്ന് അങ്ങ് തകർത്ത് തരിപ്പണമാക്കി ഇങ്ങനെ കയറി. ഇപ്പൊ ഞാൻ ജെയ്മിയുടെ അടുത്തൊക്കെ ഇരുന്നു, ജെയ്മി ആത്മനിയന്ത്രണം കൈവിടരുത്, പിടിച്ച് നിൽക്കുക, പിടിച്ച് ജെയ്മി പറ്റത്തില്ലെന്ന് ജെയ്മി എന്റെ കൈ ഇങ്ങനെ പിടിച്ചില്ല. ജെയ്മി ചാടി എഴുന്നേക്കുന്ന നിമിഷം കാത്തിരിക്കുക. ഞാൻ പറഞ്ഞു, ജെയ്മി കൺട്രോൾ യുവർ സെൽഫ് എന്ന് പറഞ്ഞു. ജെയ്മി എന്നെ ഇങ്ങനെ നോക്കി, അടുത്ത കൂടെ നിന്റെ എന്നുള്ള രീതിയിൽ. ഓക്കെ, 16 എന്നുള്ള റെക്കോർഡ് 17 ആക്കിയാൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഒരു ചെറിയ ഡിജിറ്റ് മാറുന്നല്ലോ. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ തമ്മിലൊക്കെ കഴിഞ്ഞ് ഈ പുറത്തിറങ്ങി ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു ഈ പഞ്ചായത്തൊന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഭാര്യയോടാണല്ലോ ഒരു വിലയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം ഭാര്യയോടൊന്നും വില ഉണ്ടാക്കാനേ പറ്റത്തില്ല, അത് ഈ കൊശവൻ അറിയത്തുമില്ല. അപ്പോ ഈ കക്ഷി ഭാര്യയോട് പറയുക, അവനെ ഞാൻ സൂക്ഷിച്ച് നോക്കിയിട്ട്, എടാ നിനക്കൊക്കെ അമ്മയും പെങ്ങളെ കണ്ട് പരിചയം കൊണ്ടോടാന്ന് ചോദിച്ചത് അവനങ്ങ് തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാനും ജെയ്മി കൂടി ഇങ്ങനെ നടന്നു വരിക. ജെയ്മി പറഞ്ഞു, എടാ ഞാൻ ഒരൊറ്റ ഇടിയിടിച്ചാൽ നീ ചത്തുപോകും കേട്ടോ. പക്ഷേ പുള്ളിക്ക് പുള്ളി പറഞ്ഞു, പിന്നെ നീ ഒന്ന് ഇടിച്ചു നോക്കുക, അപ്പൊ അറിയാം നിന്റെ പേര്, നീ പിന്നെ ആരെങ്കിലും ഇടിക്കത്തില്ല എന്നൊക്കെ പുള്ളി ഫുൾ ഫോമിൽ നിൽക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ബയോഡേറ്റ പുള്ളി വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സർക്കാർ കണക്കിൽ 13, പുള്ളിയുടെ കണക്കിൽ 16, കൈവെട്ട് കാലുവെട്ട് എല്ലാം കൂടെ ചേർത്ത് 362. നിനക്ക് 17ാമത്തെ ആളാകണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവൻ നിന്നങ്ങ് ഐസാവോ എന്ന് പറയും. മൊത്തം അങ്ങ് ഉറഞ്ഞുപോയി. ഈ 16 പേരെ തട്ടിയവനോടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ നേരം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജെയ്മിയെ ഒരുവിധം സമാധാനിപ്പിച്ചു വിട്ട് അത് കഴിഞ്ഞ് രാത്രി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ആ മെമ്പറിനും ഭാര്യയ്ക്ക് ഉറക്കമില്ല, ഇതെങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വന്നു കഴിയുമ്പോൾ ഈ ജെയ്മി വീട് കയറി വെട്ടിക്കൊല്ലുമെന്നുള്ള പേടിയിലിരിക്കുകയെന്നു. ഞാൻ ഒരു വലിയ പെർഫോമൻസ് ആയിരുന്നില്ല പുള്ളി. ജെയ്മി എന്തായാലും അത് വഴിക്ക് വരും, ജെയ്മിയുടെ ചരിത്രം അനുസരിച്ച് ജെയ്മി സ്നേഹമുള്ളവനോ വരും, അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൊലപാതകയോട് നമ്മൾ സമന്വയം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പുള്ളിക്കെന്താ നല്ല എക്സ്പീരിയൻസുമാണ്, പുള്ളിക്കൊന്ന് വെട്ടണമെന്ന് തോന്നിയാൽ പുള്ളി വെട്ടും. അന്ന് രാത്രി ഞാൻ പിന്നെ ജെയ്മി നേരിട്ട് പോയി കണ്ടു. ജെയ്മി അയാളൊരു പാവത്താന, ഊതിയ പറക്കുന്നവനാണ്, അയ്യോ പാവമോ, ജെയ്മി കൈ പൊക്കിയാൽ തന്നെ അവൻ ചത്തുപോകും, ആ നമ്പർ കൂട്ടല്ലേ ദൈവം 16 തന്നെ കിടക്കട്ടെന്ന് പറഞ്ഞു. ഏതാണ്ട് 3.5 മണിക്കൂറോളം സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ആ നമ്പർ 16 ചുരുക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അന്ന് 17 ആയി ഒരു പഞ്ചായത്ത് മെമ്പർ രാജ്യത്തിന് നഷ്ടമായില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയല്ലേ. നമ്മൾ ആ ജെയ്മിയാണ്. ഞാൻ ജെയ്മിയോട് പറഞ്ഞു, ഞാനും തിരുവനന്തപുരത്ത് ഒരു ക്രിസ്ത്യൻ ഫാദറും ഒരു പള്ളിയിൽ അച്ഛനും കൂടെ ചേർന്ന് ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി, മഹാത്മാഗാന്ധിയുടെ ആത്മകഥയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ നന്നാക്കി. അക്രമരാഹിത്യമാണ് മകനെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അടരാടാൻ പോലും ഗാന്ധിജി ഉപയോഗിച്ചത്, അതുകൊണ്ട് നീയും ആ വഴി തന്നെ നടക്കണം എന്ന് പറഞ്ഞു. ജെയ്മി ഒരുവിധം സമ്മതിച്ചു. ഒരു ദിവസം ഈ പാളയത്ത് വെച്ച് ജെയ്മി കണ്ടു. കുറെ കാലത്തിന് ശേഷം ജെയ്മി പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് നടക്കാൻ പോകുന്നില്ല കേട്ടോ, കൊച്ചിന് ഫീസ് കൊടുക്കാനൊന്നും പൈസയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞു. ഞാൻ എന്താ കൊട്ടേഷൻ? 1500 രൂപയ്ക്ക് ഒരുത്തൻ്റെ വലത് കൈ വെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ നീ വാ, ഞാൻ വിളിച്ചൊരു ചായക്കട കയറ്റി ഒരു നല്ല ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നല്ലൊരു പരിപ്പൂട, ഒരു ചൂടുള്ള പരിപ്പൂടയൊക്കെ കഴിച്ചവനൊരു ആവേശം കിട്ടി. പരിപ്പൂടയൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് എത്ര രൂപ അത്യാവശ്യം വേണ്ടത്? പറഞ്ഞു, എനിക്കൊരു 10,000 രൂപയ്ക്ക് തൽക്കാലം ഞാൻ ഒന്ന് സമാധാനിക്കാം. ഞാൻ ഒരു 10,000 രൂപ ഞാൻ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അന്ന് 10,000 രൂപ അയച്ചു കൊടുത്തിട്ടാണ് ഒരുത്തൻ്റെ വലത് കൈ ഞാൻ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇതുവല്ലോ അറിയാമോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ മുന്നിലുള്ളതെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ അല്ലെങ്കിൽ അന്ന് അവൻ്റെ വലത് കൈ പോയൻ. പിന്നെ ജെയ്മി ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. പിന്നെ ജെയ്മി ഒരിക്കലും അവതരിച്ചു, എന്നോട് പറഞ്ഞു, ഫ്ലവേഴ്സിന്റെ മുന്നിൽ സുരക്ഷ പോരാന്ന് പറഞ്ഞു. ജെയ്മിക്ക് ഇങ്ങനെ മനസ്സിലായി, അവിടെ നിൽക്കുന്ന ഒരു കോന്തൻ സെക്യൂരിറ്റി ഗാർഡ് അത് പോരാ, ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. 16 വരെ തട്ടിയോനെ. ഞാൻ പറഞ്ഞു, എൻ്റെ ജെയ്മി, നീ അവിടെ നിന്നാൽ തന്നെ സുരക്ഷ അപകടത്തിലാവും, പിന്നെ നീ നിൽക്കണമെന്ന് ചോദിച്ചു. 3-4 ദിവസം എന്നെ തിരക്കി വന്നു. ഇവിടെ ഞാൻ മാറിക്കളഞ്ഞു, കാര്യം അവൻ നമ്പർ കൂട്ടുന്നവനാണ്. അതുകൊണ്ട് നാട്ടുകാരുടെ പുറത്ത് കയറിയത് അങ്ങനെയുള്ളൊരു കാലമാണ്. ഇപ്പൊ ജെയ്മി എന്തോ അസുഖം ബാധിച്ച് കിടക്കും. ഇങ്ങനെ എന്തൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരുടെയും. എന്നാലും ഈ കാലം വല്ലാതെ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ ചിലപ്പോ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ 54 കേസുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും 15 വർഷം പറയാനുള്ള കേസ് ബാക്കി കിടക്കുക. ഒരു കേസ് പാറശാലയിലാണെങ്കിൽ ഒരു കേസ് ഇന്ന് കാസർഗോട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മാനനഷ്ടം കൊടുക്കുക. ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. മാത്രമല്ല, ഈ മാനനഷ്ടം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞൂടാ, നമുക്ക് നഷ്ടപ്പെടാനൊരു മാനം വേണം ആ കേസ് കൊടുക്കാൻ. നമ്മൾ ആദ്യം കണ്ണാടിയിൽ നോക്കണം, എങ്ങനെയുണ്ട് ഇത് നോക്കിയിട്ട് വേണം കൊണ്ടു കൊടുക്കുക. പക്ഷെ ചുമ്മാ നമ്മുടെ ചില വക്കീലന്മാരോട് പരിചയപ്പെട്ട് അവരെല്ലാം ഉദ്ദേശിച്ചത് ഡിഫമേഷൻ കൊണ്ട് ഫയൽ ചെയ്യുക. വക്കീലന്മാരാണെങ്കിലോ, നീ വിടരുത് കേട്ടോ എന്ന് പറയും. ആ ചങ്ങനാശ്ശേരി നോക്കുന്ന വക്കീൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോ അതായത് ഞാനൊരിക്കലും ആ ചങ്ങനാശ്ശേരി വക്കീലിന്റെ അനുമതിയോടെ ഞാൻ പറയുക, ഒരു വക്കീലിനോട് ഞാൻ ചെന്ന് പറഞ്ഞ് 52 കേസ് എന്നുള്ളതൊന്ന് കുറച്ചുകൊണ്ട് വരാൻ ഞാൻ ശ്രമിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിക്കണം. കാര്യം എൻ്റെ അനന്തര തലമുറ ഈ കേസ് പറയേണ്ടി വരും. ഞാൻ ചത്ത് മണ്ണടിഞ്ഞാലും ഈ കേസ് പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ട് കേസ് ഒന്ന് കുറയ്ക്കണം, നമുക്കൊന്ന് കോംപ്രമൈസുകൾക്ക് പോയാലോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞെന്ന് പറയും, നിങ്ങൾക്ക് 5-10 ചിലവായാലും ഒരു കേസ് നിങ്ങൾ വലിക്കരുതെന്ന് പറഞ്ഞു. വലിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിഞ്ഞു പോകുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് വലിയ പാടാണ്. മാത്രമല്ല, ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല രീതിയിലുള്ള ശ്വാസം മുട്ടലുകൾക്ക് നടുവിലാണ് മാധ്യമം. ഇത് ഞാൻ ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ മണ്ട അടിച്ചു പൊട്ടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. നമ്മളൊരിക്കലും ആൽബർട്ട് അലക്സ് ദൂരദർശനിൽ വാർത്ത വായിക്കുന്ന കാലത്ത് ആൽബർട്ടിന് സുഖമായ ജീവിതമായിരുന്നു. കാര്യം ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരത്തില്ല, ദൂരദർശനിൽ അങ്ങനെയുള്ള വാർത്ത വരത്തില്ല. ഇതൊന്നും ഒരുത്തൻ്റെ ചങ്ക് പറഞ്ഞു പോകുന്ന വാർത്തയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മിക്കവാറും അകത്താവാനുള്ള സാധ്യത. 10 ദിവസമെങ്കിലും അകത്ത് കിടക്കുമെന്ന് വിശ്വസിക്കാതെ ഒരാൾക്കും ഇന്ന് ഒരു അവതാരകനാകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത്, കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരു 16 വയസ്സുള്ളപ്പോൾ എൻ്റെ പിന്നിലൊരുത്തം കത്തി കയറ്റിയായിരുന്നു. ഒരു 2.25 ഇഞ്ച് കടാര കയറി നിന്ന് ചില്ലറ കയറ്റമല്ല, ഒരു നട്ടലിൻ്റെ സ്കാപ്പുലർ റീജിയൻ ആ ഭാഗത്തോട് നട്ടലിൽ ടച്ച് ചെയ്യാതെ വളരെ പ്രതിഭാധനായ ഒരു കടാരിക്കാരൻ കത്തി കയറ്റി. ഒരു സർജൻ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സർജറി ചെയ്താൽ പോലും ഇങ്ങനെ കത്തി കയറ്റാൻ പറ്റത്തില്ല, കാര്യം നട്ടലിൽ ടച്ച് ചെയ്യുന്നു പറഞ്ഞാൽ അത്ര മിടുക്കനായ ഒരു പ്രതിഭയുള്ളവനാണ് എൻ്റെ ശരീരത്തിൽ കത്തി കയറ്റാൻ വന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയാമോ? നിങ്ങളിത് പുറത്ത് പറയുന്ന രഹസ്യം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു പൊട്ടൻ, അത്യാവശ്യം വിവരമില്ലാത്തവർ, ഒരു 3-4 പേരെ കുത്തിക്കളഞ്ഞു.
അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. ഞങ്ങളുടെ നാട്ടിലൊരു പിള്ളച്ചനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. പിള്ളച്ചൻ അവിടെ ഈ കൂടി നിൽക്കുന്നവരെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നീങ്ങോ. ഞാൻ അടുത്തോട്ട് നിന്നു. നീ എന്താടാ നീ ഒന്ന് പിടിക്കാൻ? അപ്പോഴത്തേനും ഒരു വയസ്സായ മനുഷ്യൻ മരിച്ചുപോയി. ഈ കുത്തി കീറി നാശമാക്കി എങ്ങനെ മരിച്ചുപോയി. നീ ഒന്ന് പിടിക്കണ്ടായിരുന്നു. ഞാൻ ചേട്ടാ ഞാനെങ്ങനെ പിടിക്കാം? പ്രാന്തെടുത്ത് ആൾക്കാരെ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്കൊന്നുമില്ലെങ്കിൽ രക്തം കണ്ട് പരിചയമില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ചേട്ടൻ ഇങ്ങനെ അടുത്ത് വന്നേ, എൻ്റെ മാനം കെടുത്തരുത്. 4 വഴിക്ക് നോക്കിയിട്ട് ഞാൻ പുള്ളിയുടെ ചെവി പറഞ്ഞു, ചേട്ടാ ശരീരത്തിൽ ഒരിച്ച് കത്തി കയറിയിട്ടുണ്ടെങ്കിൽ കറിക്കരിയുന്ന കത്തി കണ്ടാൽ പോലും നമ്മളുണ്ട്. ചേട്ടൻ വെളി പറയരുത്, എൻ്റെ മാനം കെടുത്തരുത്. ഇത് ഈയിടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ രക്തം കണ്ട് പരിചയമുണ്ടല്ലോ. പിന്നെ 25 കൊല്ലത്തിന് ശേഷം പറയുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു സർക്കാർ ആശുപത്രിയിലാണല്ലോ നമ്മളൊക്കെ ഈ കത്തി ഏറിയ കൊണ്ടുപോകുന്നത്. സർക്കാർ ആശുപത്രിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ പണ്ടത്തെ കുത്തുന്ന സൂചിയാണല്ലോ സാധനം. ആ സാധനം വലിച്ചു വരുമ്പോൾ ഏതാണ്ട് ഈ പച്ചമാംസം കരിയുന്നതിന് മുമ്പ് തന്നെ ഈ ഡോക്ടർക്ക് എന്തോ ഒരു ചില്ലറ കൊടുത്തിട്ട് ഈ സാധനം ആദ്യം വലിച്ചു വരാൻ എന്തോ ഏർപ്പാട് ചെയ്ത് തുടങ്ങി. അത് കാരണം ഡോക്ടർ ഒറ്റ വലിയ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദന തിന്ന ദിവസം അതായിരുന്നു. 10ഓ 16ഓ സാധനം ഇങ്ങനെ പുള്ളി പച്ചമാംസം ഇങ്ങനെ വലിച്ചൂരിക്കൊണ്ടേയിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്ക് തോന്നി കത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയാകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ പ്രേക്ഷകരോട് പറയും, നിങ്ങൾ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കണം, എതിരെ വരുന്നവൻ അപകടകാരിയായിരിക്കും, അവൻ്റെ ഈ കത്തി കാണും. അതുകൊണ്ട് നിങ്ങൾ വണ്ടിക്ക് ചെറിയൊരു തകരാറുണ്ടായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ മതി. അവൻ്റെ നേരെ ഓരിയിടാൻ പോകരുത്. ഓരിയിട്ടാൽ ചിലപ്പോൾ വീട്ടിലെത്തത്തില്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അത്രയും അക്രമവാസന ആളുകളിലുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോവിഡ് കാലം നമ്മളെ വല്ലാതെ അപകടത്തിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. 20 മാസക്കാലം നമ്മൾ ഈ കൊറോണ എന്ന കൃമികീടത്തിന്റെ മുന്നിൽ തകർന്നു വീണവരാണ്. നമ്മളന്ന് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു കുട്ടികൾക്കെല്ലാം. അപ്പൊ നമ്മൾ വേണ്ടാത്ത സൈറ്റുകളൊന്നും ലോക്ക് ചെയ്യാതെ, വേണ്ടാത്ത സാധനമൊന്നും ബ്ലോക്ക് ചെയ്യാതെ നമ്മുടെ കുട്ടികളല്ലേ അവർ നന്നായിക്കോളെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു. അവർ മുറിക്കകത്ത് ഒരു കഥ കടച്ചിരിക്കുന്നതെല്ലാം പഠിക്കാനാണെന്ന് നമ്മൾ വെറുതെ വിശ്വസിച്ചവരാണ്. നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിന്റെ പല രാജ്യങ്ങളും ഇങ്ങനെ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് വേണ്ടാത്തൊക്കെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളി വിശാല മനസ്സിനായതുകൊണ്ട് എന്തിനാ നമ്മുടെ കുട്ടിക്കിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്ന പണി പിള്ളേർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാം അൺലോക്കഡ് അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർക്ക് നമ്മളിപ്പോൾ വീട്ടിലെത്തിയാൽ 5 കുട്ടികളുണ്ടെങ്കിൽ 5 അയലുണ്ടാണ് തന്തയും തള്ളയും മേലെ. ഞാനൊരിക്കൽ ബഹറിലെ ഒരു എയർപോർട്ടിൽ ഇരിക്കും, അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. വെളുപ്പിന് 4 മണിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അവിടെ ഒരു ഐഡന്റിറ്റി ഇല്ലല്ലോ. ഏതോ ഒരുത്തം വന്നിരിക്കുന്ന ഒരു യാത്രക്കാരൻ എന്ന ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ആ ഇരിക്കുന്ന ആളുകളെല്ലാം മൊബൈൽ ഫോണിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. വെളുപ്പിന് 4 മണിക്ക് ലോകം അവസാനിക്കാൻ പോകണമെന്ന് തോന്നുന്നു. കണ്ട അത്ര രീതിയിലുള്ള കുത്ത നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തെ, മലയാളിയുടെ ജീവിതത്തെ വല്ലാതെ ദുസ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഈ കോവിഡ് കാലം പലതും തുറന്നു വിട്ടു. പല കാര്യങ്ങളും ഒരുപാട് സ്വാതന്ത്ര്യം പിള്ളേർക്ക് കിട്ടി. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വാർത്താമുറിയിൽ ഇരുന്ന് വാർത്ത എഴുതുമ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ തല്ലി എന്നൊക്കെ പറയുന്നത് ചൂരിൽ വെച്ചൊരു അടി കൊടുത്താൽ അതൊക്കെ ഏതാണ്ട് വലിയ വാർത്തയാകുന്ന ഒരു കാലമാണ്. ഞാൻ കൊല്ലം പഠിക്കുന്ന സമയത്ത് ഒരിക്കലും കോളേജിൽ സമരം നടന്നപ്പോൾ കോളേജ് വിടാൻ വേണ്ടി മണി അടിക്കാനുള്ള ജോലി ഒരു വിദ്യാർത്ഥി സംഘടന എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ കൃത്യമായിട്ട് അത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി കക്ഷി എന്നുള്ള നിലയിൽ പോയി മണിയടിച്ചപ്പോൾ പ്രിൻസിപ്പൽ കണ്ടു ഞാൻ മണിയെടുത്ത് വെച്ച് അടിക്കുന്നു. അങ്ങനെ എന്നെ പുറത്തിട്ട് ഒരു 6 ഇടിച്ചെന്നെ അങ്ങ് താഴെ ഇട്ടു. കാര്യം കൊല്ലത്തെ ഡോക്ടർ ശ്രീനിവാസൻ സാറിനെ നിങ്ങൾക്കറിയാം. സാർ ഇടിച്ച ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും സാർ ഇടിച്ചെന്നുള്ളത്. ആ രീതിയിലുള്ള ഇടിയാണ് സാർ MA PhD ആയിരുന്നു. PhD ഇടിയാണ് സാർ ഇടിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ കൊല്ലങ്ങളോളം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു 1980-81 കാലത്തെ ഒരു സമരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കാലത്ത് എനിക്ക് അദ്ദേഹത്തെ പോലെ സമന്നതനായ ഒരു പ്രൊഫസറിന്റെ ഇടി കിട്ടിയത് ഞാൻ ഇന്നും അഭിമാനത്തോടെ ഓർമ്മിക്കുക. യഥാർത്ഥത്തിൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഇടി ഒരു ചാലക ശക്തിയായിരുന്നു വേണേൽ പറയാം. കാർൽ മാർക്സ് പറഞ്ഞ പോലെ എൻ്റെ സൊസൈറ്റിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നത് അദ്ദേഹത്തിന്റെ ഇടിയാണ്. എപ്പോഴും ഓർക്കും ആവശ്യമില്ലാത്ത മണികരി അടിക്കരുത്, അടിച്ചാൽ പുറകെ ഇടി വരുമെന്ന്. അപ്പൊ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോ ഒരു കുട്ടിയെ ഒന്ന് തോണ്ടിയാൽ തന്ത സ്കൂളിലേക്ക് വഴക്കം കൊണ്ടുപോകും. എൻ്റെ കുട്ടിയെ തോണ്ടി, അധ്യാപകന്റെ പേര് നടപടി എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, മലയാളി നമുക്കൊരു കാലത്ത് നമുക്ക് ഒരു ഹൃദയ ശുദ്ധിയുടെയോ ഒരു ആത്മബന്ധത്തിന്റെയോ ഒരു താമര നൂല് നമുക്കുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ അത് പൊട്ടിച്ചു കളഞ്ഞു. നമുക്ക് തൊട്ട അയലത്ത് താമസിക്കുന്ന ആൾ ആരാണെന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് അവന്റെ വിലാസം അറിയില്ല. പണ്ടെങ്ങനെയാണ് ഒരു നാട്ടുപുറത്തൊക്കെ ചെന്ന ഒരു 6 കിലോമീറ്റർ ഏറിയ ഡിസ്റ്റൻസിൽ ആരുടെ കേശവനാരുടെ വീടോ ഇതിൽ നേരെ പോയാൽ ഒരു പാലമുണ്ട്, പാലം വരെ പോകണ്ട, അതിൻ്റെ ഇപ്പുറത്ത് വെച്ച് പാലത്തോട്ട് തിരിഞ്ഞോ എന്ന് ആളിന് പറയും. അത്ര ബന്ധമായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ പൈപ്പ് പൊട്ടി. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ തിരുവനന്തപുരത്ത് ഉട്ട്ലാൻഡ്സ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് ജഗതി താമസിക്കുക, നമ്മുടെ ആൽബർട്ടിനൊക്കെ അറിയാം.
അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ വെള്ളമില്ല, പ്രാഥമിക കർമ്മത്തെ നിർവഹിക്കാൻ വെള്ളമില്ല. മലയാളി വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുന്ന അന്ന് മാത്രമാണ്. പ്രാഥമിക കർമ്മം നിലച്ചു പോയാൽ അവൻ്റെ കാര്യം പോക്ക്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, രാവിലെ വെള്ളം കിട്ടിയായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാനെന്ത് ആ വീട്ടിൽ കിണറ്റിൽ പോയി വെള്ളം എടുത്തായിരുന്നു പറഞ്ഞു. ആ എങ്കിൽ ഞാനും പോയി എടുത്തോണ്ട് വരാം. പുള്ളി ജീവിതത്തിൽ ആദ്യമാണ് കിണറ്റിലെ വെള്ളം എടുക്കാൻ പോകുന്നത്. കാര്യം ബാങ്ക് ഉദ്യോഗസ്ഥന് കണക്കെഴുതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് തീർത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ബക്കറ്റും എടുത്ത് പുറത്തോട്ട് ചെന്നു. 12 കൊല്ലമായി ആ കിണറും വീടും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഗൃഹനാഥൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ എന്തോ പണി നിൽക്കുക. ഇയാൾ ചെന്നങ്ങോട്ട് മുകളിൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെണ്ണ് ചോദിക്കത്തില്ല പേരെന്തുവാ എന്ന് ചോദിക്കുന്നതിൽ പുള്ളി അടുത്തോട്ട് ഇന്ന് ഈ ബാങ്കുകാരൻ ചോദിച്ച്, എന്തുവാ നമ്മുടെ പേര്? എല്ലായിടത്തോട്ട് വിടും എന്ന് പറഞ്ഞ പേര്. 14 കൊല്ലമായിട്ട് അയലത്ത് താമസിച്ചിട്ട് അവന് പേരറിയണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ബൈക്ക് കൂട്ടിയപ്പോഴാണ് അവന് ഇദ്ദേഹത്തിൻ്റെ പേരറിയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു, അയാളൊരു മോശപ്പോട്ടനാണ് കേട്ടോ. ഞാൻ എന്ത് പറ്റി, വെള്ളം എടുത്തോണ്ട് പോടോന്ന് പറഞ്ഞു. നല്ലതല്ലേ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പിന്നെ നടന്നു എന്ന് അദ്ദേഹത്തിന് കൈ കൊടുത്തു. എൻ്റെ തെറിയും കൂടെ വിളിക്കാമായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാര്യം ആ തെറി വിളിച്ചിരുന്നെങ്കിൽ ആ ജീവിതം തന്നെ ധന്യമായിരുന്നു. കാര്യം ഇങ്ങനൊരു നല്ല കാര്യം ജീവിതത്തിൽ ചെയ്തതിന് നമ്മളതൊക്കെ ചെയ്യണമെന്നേ. ഇങ്ങനെയൊക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ മലയാളത്തിലെ നല്ല വാക്കുകൾ കൂടി ഉച്ചരിക്കാൻ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്കാര ശൂന്യത പ്രചരിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ അപ്രിയമായ രീതിയിൽ ചിന്തിക്കുകയും അപ്രിയമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. കാര്യം ഈ സമൂഹത്തിൽ അപ്രിയമായ കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളിവിടെ ഈ നാട്ടിൽ നിന്ന് ഇതൊക്കെ പറയുക? ഞാനൊരു 2-3 തലമുറയെ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളും പ്രായമായവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പിഴവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകനാകാൻ വേണ്ടി ജീവൻ തുടങ്ങിയതല്ല. ഞാൻ വിചാരിച്ചു, ആൽബർട്ടിനോട് ഞാൻ ഈ രഹസ്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ആൽബർട്ട് നേരെ മുന്നിരിക്കും. ആൽബർട്ട് ഒരു സിനിമാ നടൻ കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്ന് മോഹൻലാലായാലോ, ഒന്ന് തോളൊക്കെ ചരിച്ചു പിടിച്ച്, വേണമെങ്കിൽ നമ്മുടെ കാലും ഒന്ന് ചരിച്ചു പിടിച്ച് കടച്ചിലൊക്കെ മാറുന്നത് ഒന്ന് നടന്ന് സിനിമയിൽ കയറിയാലെന്ന് ആലോചിച്ചു. പിന്നീടാണ് മനസ്സിലായത് മോഹൻലാൽ ആകുമെന്ന് പറഞ്ഞാൽ മോഹൻലാൽ മാത്രമേ പറ്റൂ, നമുക്കൊന്നും പറ്റത്തില്ല. അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് മനസ്സിലായി. കുറേ ശ്രമിച്ചു നോക്കി, പറ്റത്തില്ല. നമ്മൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറിയ 3 സ്റ്റെപ്പ് പിറകോട്ട് വീഴും സിനിമയിൽ. അത് വീഴ്ച. പിന്നീട് യൂണിവേഴ്സിറ്റി പറഞ്ഞ് ഒരു കോളേജ് പോയി പഠിപ്പിക്കാൻ പറഞ്ഞു. തൃശ്ശൂർ കലർമ കോളേജ് പഠിപ്പിച്ചു കുറച്ചു കാലം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിരുന്നു ആകാശവാണിയിൽ വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ ചേട്ടൻ. ഞാൻ ശരിക്കും ഈ ഞങ്ങളുടെ വയൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയൊക്കെ തന്നെ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. തെങ്ങിൻ്റെ മണ്ടയിരിക്കുന്ന ചെത്തുകാരൻ ചോദിക്കും, നിനക്കെന്തോടെ മോനെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കും അദ്ദേഹത്തെ പോലെ ഒരാളാകുന്നായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഞാൻ ആകാശവാണി കയറി കുറേ കാലം അവിടെ നിന്ന്. അപ്പോൾ ഒരു ദിവസമാണ് ഈ ഏഷ്യാനെറ്റ് വരുന്നു, ദൂരദർശൻ വരുന്നു. ദൂരദർശൻ വന്നപ്പോഴാണ് ആദ്യം ദൂരദർശൻ വരുന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ചെല്ലുന്നു. ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ചെന്നപ്പോൾ അത് എൻ്റെ ഒരു തലനെഴുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നതും. ഏഷ്യാനെറ്റ് വഴി ഞാൻ അവസാനം മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാശി വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ആകാശവാണിയുടെ ബാത്റൂമിൽ നിന്ന് മുഖമൊക്കെ കഴുകി റെഡിയാക്കി ദൂരദർശൻ കൊടപ്പനക്കുന്നിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആകാശവാണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൊടപ്പനക്കുന്ന് ഇന്നൊരു ഷൂട്ടിംഗ് ഉണ്ട്, പേടിച്ചാ പറഞ്ഞത്. ആദ്യമായിട്ട് ഷൂട്ടിങ്ങിന് പോവുക, നമുക്ക് ഈ റേഡിയോയിൽ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, നീ റേഡിയോയ്ക്ക് പറ്റിയൊരു കലാകാരനാണ്, പക്ഷെ ടെലിവിഷൻ നിന്റെ മുഖം ശരിയാകില്ല. അതുകൊണ്ട് നീ ഒരു കാരണവശാലും കൊടപ്പനക്കുന്നിലേക്ക് പോകരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. എന്നോട് സ്നേഹം ഉണ്ടായിട്ട് പറയുക എന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. എൻ്റെ മുഖത്തേക്ക് എന്തോ കുഴപ്പം. ഞാൻ മോഹൻലാലിനെ കുറിച്ച് മമ്മൂട്ടിയെ കുറിച്ചൊക്കെ ആലോചിച്ചു. അവരുടെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇരിക്കുന്നത്, എൻ്റെ മുഖത്തേക്ക് മാത്രം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ? ഒരുപാട് ആലോചിച്ചതിന് ശേഷം പിന്നെ പോയത്. ഉള്ള ആത്മവിശ്വാസം കെടുത്തി കളഞ്ഞു. ഇങ്ങനെയുള്ള കൊച്ചവന്മാർ നാട്ടിൽ കുറേ ഉണ്ട്. ഉള്ള ആത്മവിശ്വാസം കൂടെ കൊടുത്തി കളഞ്ഞു. ആ പടെ പേടിച്ച് നമ്മളവിടെ നിൽക്കുന്നത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഞാൻ ആ ഏഷ്യാനെറ്റിൽ കടന്നു ചെന്ന് എനിക്ക് തുണ്ട് വന്നു. വിദേശ നാണ്യം സമ്പാദിക്കരുതെന്നല്ല, പ്രസംഗം നിർത്തിക്കൊള്ളാൻ. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം ഞാനിട്ട പരിഷ്കാരം എന്തായെന്ന് അറിയാമോ? നെയ്യാറ്റിക്കര വാസുദേവൻ അവിടെ പാടുകയാണ്. ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ മൈക്ക് പൊക്കിളിൻ്റെ താഴെയാണ് വെച്ചേക്കുന്നത് അങ്ങേരുടെ. കാര്യം ഞാൻ ക്യാമറമാനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏത് വഴിയെങ്കിലുമൊക്കെ അങ്ങ് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങേക്കത് അറിയാത്തതുകൊണ്ടാണ്, നമുക്ക് വിഷ്വലാണ് പ്രധാനം. വിഷ്വൽ
ഞാൻ ചോദിച്ചു അപ്പോൾ ശബ്ദം വേണ്ടേ നെയ്യാറ്റിങ്കരയുടെ? അല്ല ശബ്ദം കുഴപ്പമില്ല, അത് കുറച്ച് കിട്ടും നമുക്ക്, അദ്ദേഹത്തിൻ്റെ മുഖം. അപ്പം ഞാൻ തിരിച്ച് മുറിയിൽ വന്നിട്ട് ആദ്യത്തെ ഉത്തരവ് ഏഷ്യാനെറ്റിലിട്ടത് ഇങ്ങനെയുള്ള സംഗീത പരിപാടികൾ ശബ്ദലേഖനം ചെയ്യുമ്പോൾ മൈക്കെടുത്ത് വായി വെച്ചോളാം എന്നാണ്. അതായത് നെയ്യാറ്റിങ്കര വാസുവിൻ്റെ വായിൽ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യണമെന്ന് ആദ്യത്തെ ഉത്തരവിട്ട ആളും ഞാൻ. പിന്നെ ഇപ്പോൾ എല്ലാവരും മൈക്കിങ്ങനെ, പണ്ട് മൈക്കിങ്ങനെ വെക്കും. പിന്നീട് ഞാൻ ചുമന്ന് മാറ്റാൻ ഉത്തരവിട്ട ഒരാൾ, ഒരു ഫ്ലോർ മാനേജർ, ദൂരദർശനിലാണ് അദ്ദേഹം കേൾവി കേട്ടത്, ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും പുതിയ പിള്ളേർ വാർത്ത വായിക്കാനോ ഒക്കെ ഇങ്ങോട്ട് വരുമ്പം പുള്ളിക്കൊരു കൗണ്ട് ഡൗൺ ഉണ്ട്. കൗണ്ട് ഡൗണിനെ പേടിച്ച് വിറച്ച് കുട്ടികൾ തെറ്റുമെന്ന് പേടിച്ച് 9, 8, 7, 6 അതൊക്കെ ആകുമ്പോഴത്തേൻ്റെ മിക്കവാറും പറഞ്ഞു പണിഷ്മെന്റ് അവിടെ കൊണ്ടിരുത്തി. കാര്യം നമ്മുടെ ഒരാളിൻ്റെ ആത്മവിശ്വാസം ഒരിക്കലും നമ്മൾ കെടുത്താൻ പാടില്ല. അത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക. നിനക്ക് പറ്റും, നീ പോയി തകർക്കടാ, പൊളിക്ക്, നിന്നെ കൊണ്ട് പറ്റും, നീ ഗൗതം നായരുടെ മോനല്ലേടാ, നീ ഇങ്ങനെ ഇളയ മോനല്ലേ നീ, അല്ല മൂത്ത മോനെ, എന്നാലും കുഴപ്പമില്ല, നീ പോയിട്ട് വാ എന്ന് നമ്മൾ പറയും. അപ്പോൾ വേറൊരു അവസരത്തിൽ ഞാനൊക്കെ ജീവനോടുണ്ടെങ്കിൽ അതേ പറയാൻ പറ്റും. ഇപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോൾ പ്രായമായവരെ പേടിക്കണ്ട. ഇപ്പം 100-120 വയസ്സ് വരെ ആയാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ചെറുപ്പമായിട്ട് തുടരാൻ പറ്റുമെന്നാണ്, കയ്യിലിപ്പോൾ നല്ലതാണെങ്കിൽ. ഇപ്പം നമുക്ക് വേറെ അവസരത്തിൽ കാണാം. അന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാം. കാര്യം ഈ മനസ്സ് നിറച്ച് കുറച്ച് ആശങ്കകൾ ഇങ്ങനെ ഇരിക്കുക, സംസാരിച്ചാൽ തീരത്തില്ല. അപ്പോൾ ഈ തുണ്ടിനെ ഞാൻ ബഹുമാനിക്കുന്നു, ഈ തുണ്ടെഴുതിയ ആളിനെ ബഹുമാനിക്കുന്നു. അതേപോലെ എഴുത്തുകാരനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. എല്ലാവരുടെ ആശംസകളും ഉണ്ടാകാം.